ഞാൻ ചെയ്യുന്നതല്ല. പക്ഷേ ഞാൻ ആ കൊന്ത എടുത്ത് ആ ബൈക്കിൽ കെട്ടിയിട്ട് കൊടുത്തിട്ട് ഞാൻ ഇവനെ ആ വണ്ടിയിലെല്ലാം കൊണ്ട് ആ തൈലവും പുരട്ടി. എന്തോ എനിക്ക് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യുന്നതല്ല. പുരട്ടി ഞാൻ അവനെ വിട്ടു. പക്ഷേ അവൻ തിരിച്ച് വന്ന വഴിക്ക് മൂന്നാറിൽ വെച്ച് അവൻ ആക്സിഡൻറ്റ് ഉണ്ടായി. പക്ഷേ ഞാൻ ചെങ്ങന്നൂരിലെ തിരുവമണ്ടൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 നവംബർ 28 എനിക്ക് മുന്നമേ തന്നെ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയാമായിരുന്നു. എന്നെ ഇവിടെ വരുവാനായിട്ട് 2-3 പേര് വിളിച്ചിരുന്നു. പക്ഷേ അന്നൊന്നും ഞാൻ വന്നില്ല. അതിനുശേഷം ഞാനിവിടെ വരാനുണ്ടായ കാരണം എൻ്റെ മകൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ ഒരു തടുപ്പ് കണ്ടു. അപ്പോൾ അവൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകനാണ് എൻ്റെ കൂടെ ഉള്ളത്. അവന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ എനിക്കിങ്ങനെ ഒരു തടുപ്പ് പോലെ കാണുന്നു. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഞരമ്പിൻ്റെ വല്ലതും ആയിരിക്കും, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. 2 മാസം അവൻ അവിടെ നിന്നിട്ട് അവൻ ആ വേദന കുറഞ്ഞില്ല. അവൻ പിന്നെ നാട്ടിൽ വന്ന് ഞാനൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഞാനൊരു ആൻറ്റിബയോട്ടിക്കൊക്കെ തരാം, അത് കഴിച്ചു കഴിഞ്ഞിട്ട് മാറുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും പസ്സോ എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് കൾച്ചർ ചെയ്തു നോക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്നു. പക്ഷേ മരുന്ന് കഴിച്ചിട്ട് മാറിയില്ല. ഒരു പസ് പോലെ എന്തോ വരികയും ചെയ്തു. പക്ഷേ ഞങ്ങൾ വീണ്ടും ഡോക്ടറിൻ്റെ അടുക്ക പോയില്ല. ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്ന് അന്നാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത്. ഇവിടുന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ചെന്ന് കഴിഞ്ഞിരുന്ന് ഞാൻ എൻ്റെ പ്രാർത്ഥനകളും ഇവിടെ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങി. പക്ഷേ ഒരാഴ്ച വരെ എനിക്ക് ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലം ഞാൻ അവന് പുരട്ടി കൊടുത്തില്ല. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, നമുക്ക് അവിടെ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി തരാമെന്ന് പറഞ്ഞു. ഞാൻ ആ തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി അവൻ്റെ ആ വേദനയുള്ള സ്ഥലത്ത്, ആ തടുപ്പ് കണ്ട സ്ഥലത്ത് ഒരു പ്രാവശ്യം മാത്രം ഞാനത് പുരട്ടി കൊടുത്തുള്ളൂ. പിന്നീട് ഇതുവരെ അത് കഴിഞ്ഞ് പിന്നെ അവൻ ആ ഒരു വേദന ഇല്ലായിരുന്നു. ആ തടുപ്പും അവിടുന്ന് മാറിപ്പോയി. പിന്നെ ഇപ്പോൾ 1 വർഷം മേളിലായി ഇതുവരെ അവൻ അങ്ങനെ ഒരു വേദനയോ തടുപ്പോ ആ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ മകൾ, രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, എൻ്റെ മകൾ OET എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അന്നേരം. അപ്പോൾ അവൾ 2 പ്രാവശ്യം എഴുതിയിട്ട് അവൾക്ക് OET കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആ ഒരു വിഷയവും പിന്നെ അവൾക്ക് ന്യൂസിലൻഡ് പോകാനൊരു വിസ കിട്ടണമെന്ന് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ എഴുതിയിട്ടിരുന്നു. പക്ഷേ ഞാൻ എന്നിട്ട് ഉടമ്പടി എടുത്തിട്ടും അവൾ OET എഴുതിയിട്ട് അവൾക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ ഒരു ഉടമ്പടി എടുക്കുക, നീ അതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ എൻ്റെ മോൻ എൻ്റെ കൂടെ ഇല്ലായിരുന്നു. മകൾ ഞാൻ രാവിലെ പ്രാർത്ഥിക്കുമ്പോഴും വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം എൻ്റെ കൂടെ വന്നിരിക്കുമായിരുന്നു. അവളും ഞാൻ ഉടമ്പടി ചെയ്യുന്ന അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരു ഉപവാസം എല്ലാം ചെയ്യാറുണ്ടായിരുന്നു. അവിടുന്ന് അവളും വന്ന് ഉടമ്പടി എടുത്തിട്ടും അവൾ എഴുതിയിട്ട് കിട്ടിയില്ല. അപ്പം 1 മാർക്കിന് തോറ്റുപോയി. അപ്പം ആദ്യം എനിക്കൊരു വിഷമമുണ്ടായി. എന്നിരുന്നാലും പിന്നെ ഞാൻ എൻ്റെ മാതാവ് എനിക്ക് എന്തെങ്കിലും ഇതുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നത് എന്തിനും നന്മയ്ക്കായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചു. 1 മാർക്കിനാണ് അവൾ തോറ്റുപോയത്. പക്ഷേ എനിക്ക് അന്ന് അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി. കാരണം മാതാവ് 1 മാർക്ക് അവൾക്ക് കൊടുക്കാതിരുന്നതാണ്. കാരണം അവൾ ആ പരീക്ഷ പാസ്സായാൽ ഞാൻ 10-12 ലക്ഷം രൂപ മുടക്കി വേണം ഇവളെ ന്യൂസിലൻഡിന് വിടാൻ. പക്ഷേ ആ സമയത്ത് അവിടെ ഒരു വേക്കൻസി പോലും ഒരു ഹോസ്പിറ്റലിലും പ്രൊവൈഡ് ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ട് മാതാവ് അവളെ 1 മാർക്ക് കുറച്ച് കൊടുത്തതാണ്. എനിക്ക് മാതാവ് തന്ന ഒരു വലിയ അനുഗ്രഹമായിരുന്നു അതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവൾ പിന്നെ ജോലിക്ക് അങ്ങ് കയറി. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഞാൻ പിന്നെ OET എഴുതിപ്പിച്ചില്ല. പക്ഷേ അവൾ ജോലിക്ക് കയറിയ ഹോസ്പിറ്റലിൽ ഇച്ചിരി വലിയ ഹോസ്പിറ്റലുണ്ടായിരുന്നു. ഭയങ്കര റഷായിരുന്നു. അവൾക്ക് പഠിക്കാനേ പറ്റത്തില്ല. കാരണം ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഭയങ്കര ക്ഷീണമാണ്, ഉറക്കം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് അവളുടെ ഉടമ്പടി ഇവിടെ ഫെബ്രുവരി വന്ന് പുതുക്കിയിട്ട് അവളോട് ഞാൻ പറഞ്ഞു, നീ പഠിക്കുമൊന്നും വേണ്ട, ഒരു ദിവസം പോലും അവൾ അങ്ങനെ പഠിച്ചിട്ടില്ല, പഠിക്കുമൊന്നും വേണ്ട, നീ അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യവും എല്ലാം കേൾക്കുക, എന്നിട്ട് മാതാവിനെ വിളിച്ചുകൊണ്ട് നീ പോയി പരീക്ഷ എഴുതി, നമുക്ക് എന്നാ കിട്ടുമെന്ന് വെറുതെ ഒന്ന് എഴുതി നോക്കിയതാ, നമുക്ക് എങ്ങനെ ആവുമെന്ന് അറിയാമെന്ന് വെച്ചു. അവൾ ഒരു ദിവസം പോലും അങ്ങനെ പഠിച്ചിട്ടില്ല. എന്തൊക്കെയോ ഒന്ന് നോക്കി, അത്രയേ ഉള്ളൂ. തലേദിവസം എന്നോട് പറഞ്ഞു, അമ്മേ നാളെ പോയി ഞാൻ എന്തോ എഴുതും, എനിക്കൊന്നും അറിയത്തില്ല, ഞാനിനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ ഒന്നും ചെയ്യേണ്ട, നീ ആ ബുക്ക് മടക്കി വെച്ചിട്ട് പോയി സാക്ഷ്യം കേട്ടിട്ട് നാളെ നീ പ്രാർത്ഥിച്ചുകൊണ്ട് പോക്കോ, നിന്നെ മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അവിടുന്ന് അവൾ പിറ്റേ ദിവസം രാവിലെ ഒന്നും പഠിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ പോയ വഴിയെല്ലാം സാക്ഷ്യം കേട്ടും ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ, ഉപ്പ്, തൈലം എല്ലാം കഴിച്ചും കയ്യിലും എല്ലാം എടുത്ത് കാശ് രൂപ എടുത്ത് എക്സാമിന് പോയിട്ടും അവളെല്ലാം വെട്ടും തിരുത്തും എല്ലാം ആയിരുന്നു. ആ പേപ്പർ അവിടെ മെറിറ്റ് കൊണ്ട് ഒന്നും അവളതിൽ എഴുതിയില്ല. സ്പീക്കിങ്ങിനാണ് മുഴുവൻ ഹമ്മിങ്ങും ആയിരുന്നു. എന്നിട്ടും അവിടെ റിസൾട്ട് വന്നപ്പോഴത്തേക്കിന് അവൾക്ക് 3 ബിയും 1 C+ കിട്ടി. പക്ഷേ ഞങ്ങൾ ചുമ്മാതെ എഴുതിയതാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ കഴിഞ്ഞ മാസം വിസിറ്റിംഗ് വിസയ്ക്ക് ന്യൂസിലൻഡിന് പ്രോസസ്സിങ്ങിന് ഇട്ടിരുന്നു. പക്ഷേ എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു.
അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ രാവിലെ പ്രാർത്ഥിച്ചിട്ട് ആ പായലോട്ട് തന്നെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ മാതാവേ മോക്ക് എത്രയും പെട്ടെന്ന് ഒരു വിസ ശരിയാക്കി തരണേന്ന്. അപ്പോൾ എന്നെ ഇങ്ങനെ ഒരു മാർച്ച് 23 എന്നൊരു ഡേറ്റ് കാണിച്ചു. ഞാൻ രാവിലെ പിള്ളേരോട് പറഞ്ഞു, അമ്മ മോളെ മാർച്ച് 23 എന്നൊരു ഡേറ്റ് മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് കഴിയുമ്പോഴത്തേക്കിന് നിൻ്റെ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. മാർച്ച് 23 പിറ്റേ ദിവസം ഞാനൊരു സ്വപ്നം കാണുകയാണ്, ഇവളിങ്ങനെ മേഘത്തിനകത്തൂടെ പറന്നു പോകുന്നത്. അത് ഞാൻ ഇവളോട് പറഞ്ഞു, ഞാൻ ഇന്ന് സ്വപ്നം കണ്ടു, നീ ഇങ്ങനെ മേഘത്തിനകത്തോട് പറന്നു പോകുന്നതായിട്ട് കണ്ടു, അതുകൊണ്ട് ഉറപ്പായിട്ടും നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. 23-ാം തീയതി ആയപ്പം അന്നൊരു സൺഡേ ആയിരുന്നു, ന്യൂസിലാൻഡിൽ പ്രോസസ്സിംഗ് ഒന്നും നടക്കത്തില്ല, അതുകൊണ്ട് 23-ാം തീയതി എനിക്കൊരു റിസൾട്ടും വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, എന്താ മാതാവേ ഇത്, 24-ാം തീയതി വരുമായിരിക്കും. 24-ാം തീയതി പകലായിട്ടും വിസ ഒന്നും വന്നില്ല. അപ്പോൾ ഇവൾ എന്നോട് വന്ന് ചോദിച്ചു, അമ്മ എനിക്ക് ഈ ആഴ്ചയിലും വരത്തില്ലയോ? ഞാൻ പറഞ്ഞു, ഇല്ല വരും. അന്ന് രാത്രി ഞാൻ 12 മണി തൊട്ട് 1:30 വരെ എൻ്റെ മാതാവിൻ്റെ മുന്നിൽ ഞാൻ മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞു. വചനിപ്പ് പെരുന്നാളിൻ്റെ അന്ന് മാതാവിൻ്റെ വചനിപ്പ് നടന്ന സമയമാണ്. രാത്രി 12 എനിക്കെൻ്റെ പള്ളിയിൽ നിന്നുള്ള ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് ഇട്ട് ഞാൻ അത് വെച്ച് അതുകൊണ്ടാണ് ഞാൻ അത് കണ്ടത്. അങ്ങനെ ആ 12 തൊട്ട് 1:30 വരെ ഇരുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് തരുമെന്നറിയാം, മാതാവ് നീ താമസിച്ചാലും എൻ്റെ കാര്യം നടത്തി തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ എനിക്ക് നോക്കി നിൽക്കാൻ സമയമില്ല, എനിക്കിപ്പോൾ ജോലി അത്യാവശ്യമാണ്. കാരണം അതുപോലെ നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്കത് കിട്ടിയേ പറ്റൂ. മാതാവേ, നാളെ രാവിലെ ആകുമ്പോൾ എനിക്കൊരു സന്തോഷ വർത്തമാനം നീ തരണം, അത് തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. 1:30 ആയപ്പോൾ ഞാൻ പോയി കടന്നു. 3:15 എൻ്റെ മോൾക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. 3:15 അവിടെ ഫോണിൽ മെസ്സേജ് വന്നു, വിസ റെഡി ആയിരിക്കുന്നു, വിസയുടെ മെയിൽ വന്നു, വിസ അടിച്ചു വന്നു എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് വന്നു. അങ്ങനെ ഒരു അനുഗ്രഹം തന്നെ എൻ്റെ മാതാവ് എന്നെ നടത്തി. അതുപോലെ തന്നെ എനിക്ക് ചെറുതും വലുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് തന്നിട്ടുണ്ട്. ഞാൻ ഈ ഉടമ്പടിയിലിരുന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ആ ഉടമ്പടി തൈലം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എന്തോ ഒരു വേദന വന്നാലും എനിക്കായാലും പിള്ളേർക്കായാലും എൻ്റെ ഹസ്ബൻഡിനായാലും ആ തൈലം ഉടനെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി അവിടെ പ്രാർത്ഥിക്കും. അപ്പോഴത്തേക്കിനും അത് ആ വേദന മാറും. എനിക്കറിയില്ല, അന്ന് തൊട്ട് ഞാൻ അതിലാണ് ജീവിക്കുന്നത്. എൻ്റെ മോനാണെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ദൂരെ യാത്ര, അവനിങ്ങനെ ടൂറൊക്കെ പോകാറുണ്ട്. ഒരു പ്രാവശ്യം മൂന്നാറിന് പോയി. അപ്പം ഞാൻ നമ്മുടെ ഇവിടുന്ന് വാങ്ങിച്ച കൊന്ത ഒരിക്കലും ഞാൻ ചെയ്യുന്നതല്ല, പക്ഷേ ഞാൻ ആ കൊന്ത എടുത്ത് ആ ബൈക്കിൽ കെട്ടിയിട്ട് കൊടുത്തിട്ട് ഞാൻ ഇവനെ ആ വണ്ടിയിലെല്ലാം കൊണ്ട് ആ തൈലവും പുരട്ടി. എന്തോ എനിക്ക് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യുന്നതല്ല. പുരട്ടി ഞാൻ അവനെ വിട്ടു. പക്ഷേ അവൻ തിരിച്ച് വന്ന വഴിക്ക് മൂന്നാറിൽ വെച്ച് അവൻ ആക്സിഡൻ്റ് ഉണ്ടായി. പക്ഷേ ഒരു കയ്യിൽ ഒരു ചെറിയൊരു മുറിവല്ലാതെ, അവൻ്റെ ദേഹത്തൊരു ഒടുവോ ചതവോ ഒന്നുമില്ലാതെ എൻ്റെ മാതാവ് അവനെ കാത്തു. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ മാതാവാണ് അവനെ കാത്തതെന്ന്. എൻ്റെ മോൻ എവിടെ പോയാലും എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഓടി വന്ന് എന്നോട് പറയും, അമ്മേ എനിക്ക് എണ്ണ പുരട്ടിത്താ, തൈലം പുരട്ടിത്താ എന്ന് പറയാറുണ്ട്. അത് അവരെല്ലാവരും അവനാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒന്നും കാരുണ്യപ്രവൃത്തി ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതുപോലെ സാമ്പത്തികമില്ല. ഞാൻ തയ്ച്ചാണ് ജീവിക്കുന്നത്. എൻ്റെ ഭർത്താവിന് ഓട്ടോയാണ്. അപ്പം ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ഞാൻ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു മെൻ്റൽ പേഷ്യൻ്റ്, ആരുമില്ലാത്ത മെൻ്റൽ പേഷ്യൻറ്റിനെ നോക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടെ പോയി അവർക്ക് ആഹാരം കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ അടുക്ക് വസ്ത്രം തയ്ക്കാൻ വരുന്ന പാവപ്പെട്ടവർക്ക് ഞാൻ ഇതിൻ്റെ തയ്യലിൻ്റെ കൂലി കുറച്ച് കൊടുക്കുക. അതാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യപ്രവൃത്തി. പിന്നെ ആത്മീയമായിട്ട്, അതാണ് എനിക്ക് ഏറ്റവും ഇതായിട്ട് പറയാനുള്ളത്, ഞാൻ ആത്മീയമായിട്ട് എന്നെ ദൈവത്തോട് കൂടുതൽ അടുപ്പിച്ചതാണ് ഈ ഉടമ്പടിക്കാലം. കാരണം എൻ്റെ വീട്ടിൽ പ്രാർത്ഥന 3 ദിവസം പ്രാർത്ഥിച്ചാൽ 4-ാമത്തെ ദിവസം പ്രാർത്ഥന മുടങ്ങും. പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് അന്നും തൊട്ട് ഇന്ന് വരെ, ഇന്ന് രാവിലെ കൂടി ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. എൻ്റെ വീട്ടിൽ രാവിലത്തെയും വൈകിട്ടേയും പ്രാർത്ഥന മുടങ്ങിയിട്ടേയില്ല. കുർബാന അനുഭവം, കുർബാന മറ്റേ ഞങ്ങൾ ജ്ഞാനയക്കാരായതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയേ ഉള്ളൂ കുർബാന. ഇട ദിവസങ്ങളിൽ പിന്നെ വിശേഷ ദിവസം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ കുർബാനയിൽ നേരത്തെയൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ കാര്യമുണ്ടെങ്കിൽ പോകത്തില്ല. പക്ഷേ ഇപ്പം ഞാൻ എത്ര കാര്യം വന്നാലും കുർബാന മുടക്കാറില്ല. പിന്നെ പത്രം മേടിച്ചുകൊണ്ട് പോയി ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിലെ കടകളിലെ അങ്ങനെയൊക്കെയാണ് കൊടുക്കാറ്. തയ്ക്കാൻ എൻ്റെ അടുക്ക് ഒത്തിരി പേര് വരും, പക്ഷേ അവർക്കാർക്കും ഞാൻ വീടുകളിൽ വരുന്നവർക്ക് കൊടുക്കില്ല. വെളിയിൽ ഇറങ്ങിപ്പോയി പറഞ്ഞ് തന്നെയാണ് കൊടുക്കുന്നത്. ചിലർ വാങ്ങിക്കും, ചിലർ വാങ്ങിക്കത്തില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. മാതാവിനും കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് സാൻഡ്ര സണ്ണി, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. എനിക്ക് ഒ ടിയുടെ സാക്ഷ്യമാണ് പറയാനുള്ളത്. ഞാൻ ആദ്യമായിട്ട് ഒരു വട്ടം ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ OET എക്സാം എഴുതിയത്. പക്ഷേ ആ എക്സാമിൽ ഞാൻ പാസ്സായില്ല. പിന്നെ ഞാൻ ലാസ്റ്റ് ഡിസംബറിൽ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ OET എക്സാം എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ആ എക്സാമിനോട് ഞാൻ ഒട്ടും തന്നെ പ്രിപ്പയർ ചെയ്തില്ലായിരുന്നു. ഞാൻ കൂടുതലായിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കുകയും അച്ഛൻ്റെ ധ്യാനം കേൾക്കുകയൊക്കെയാണ് ചെയ്തത്.
ഞാൻ ഒന്നും തന്നെ പഠിക്കാതാണ് പോയി എക്സാം എഴുതിയത്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അയർലൈൻ സ്കോർ കിട്ടി. മാതാവിനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ന്യൂസിലൻഡിൻ്റെ വിസിറ്റിംഗ് വിസയിൽ എല്ലാം പ്രോസസ്സിങ് ആയിട്ടുണ്ട്. ഞാൻ ഏപ്രിൽ 1 ന്യൂസിലൻഡിലേക്ക് പോവുകയാണ്. ഇത്ര അനുഗ്രഹം തന്ന മാതാവിന്